പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, 2 ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ ചിക്കൻ വെക്കുകയാണ് കേട്ടോ. കുക്കർ ചിക്കൻ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം. അമ്മേ ഇപ്പോൾ പോയേനെ. സാധാരണ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല, വലിയ ബിരിയാണി പീസായിട്ടാണ് വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ഞാനെല്ലാം കറി പീസാക്കിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞാനത് പറയാനും മറന്നുപോയി. കാലൊക്കെ കട്ട് ചെയ്യാണ്ട് എടുക്കണേന്ന് പറയാൻ മറന്നുപോയി ഗൈസ്. അത് പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കുന്നതാ. എല്ലാം കട്ട് ചെയ്ത് നുറുക്കിയെടുത്തു. അല്ലേ? അയ്യോ, ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കണം മാതിരി ലിറിക്സ് വരില്ല. അറിയണ പാട്ട് തന്നെയായിരിക്കും, പക്ഷെ വരില്ല. ചറപറയെ വീണു. അപ്പം ഞാൻ ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അധികം ലാഗ് അടിപ്പിക്കില്ല വീഡിയോ. അപ്പോൾ കുക്കർ ചിക്കൻ ആണേ. അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, മഞ്ഞളിടുക. മഞ്ഞൾ, നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇടുക കേട്ടോ. കുരുമുളക് പൊടിക്കണം, അത്ര മുതുമ്മനുണ്ട് പൊടിക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചിക്കൻ മസാല കുറച്ചധികം ഇടും. നോർമലി ഞാൻ ചിക്കൻ വെക്കുന്ന സമയത്ത് മസാല ഞാൻ ഇടാറില്ല. കൃത്യമായിട്ട് ഞാൻ ചിക്കൻ മസാല അങ്ങനെ ഇടാറില്ല. നമ്മുടെ മസാല തന്നെയാണ് ഉപയോഗിക്കാറ്. പറഞ്ഞിപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ട് നല്ല അങ്ങനെയാണ് ഞാൻ ചിക്കൻ വെക്കാറ്. പക്ഷേങ്കിൽ കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് ചിക്കൻ മസാല ഇച്ചിരി അധികം ഇടും. പിന്നെ ലേശം ഒന്ന് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ മുളക് പൊടി ഇടും. പറങ്കിപ്പൊടി എന്നൊക്കെ പറയും നമ്മൾ. കഴുകിയിട്ട് അത് കറിവേപ്പില. പിന്നെയുള്ളത് നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരുന്നൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ഉള്ളി ഇങ്ങനെ കട്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇവിടുത്തെ തക്കാളിയാണേ, എന്തൊരു പുളിയാണെന്നറിയോ. ഭയങ്കര പുളി, നല്ല ടേസ്റ്റും വെറുങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ഉപ്പില്ലാണ്ട് കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവോ? അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം വെള്ളം നോക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പം നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിത്
ഒന്ന് നമ്മുടെ ആ കൈ ഒന്ന് മസാല കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അത്രയേ ഉള്ളൂ. കൈ കഴുകിയിട്ട് വരട്ടെ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ നല്ലോണം വന്നോട്ടെ. 2 വിസിലിന് ഓഫാക്കി അവിടെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 വിസിൽ കഴിഞ്ഞു കേട്ടോ. ഞാനത് ഓഫ് ചെയ്തു. പിന്നെ ഇങ്ങനെ ചിക്കൻ വെക്കുന്ന ആൾക്കാർ നമ്മൾ ബീഫ് വെക്കണ മാതിരി മസാലകൾ മാത്രം ഇട്ടിട്ട് പിന്നെ ചിക്കൻ വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാണ്ട് മഞ്ഞൾ മാത്രം ഇട്ടിട്ട് ചിക്കൻ വേവിച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിൽ മസാല ഇട്ടിട്ട് ചിക്കനും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടും വെക്കാറുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം കുക്കർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വെച്ചത് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ചിക്കൻ 2 വിസിലായിട്ടുണ്ട്. അതിൽ തന്നെ ആ ഒരു എയറിൽ അതൊന്ന് വെന്തിട്ടിട്ട് ഒന്ന് പിന്നെ അതിൻ്റെ വിസിലൊക്കെ പോവല്ലോ. നമ്മളിങ്ങനെ കുക്കറിൻ്റെ വിസിലിങ്ങനെ പൊക്കണം. ഇപ്പോൾ അതിൻ്റെ വിസിൽ പോവില്ലേ, തണിയൂല്ലേ, ആ സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇച്ചിരി ചാറ് വെച്ചിട്ടാണ് കറി വെക്കണേ. ഫുള്ളായിട്ട് വഴറ്റി എടുക്കണില്ല. ഞാൻ വേറെ കറിയൊന്നും വെക്കണില്ല ഇന്നെന്താണെന്ന് വെച്ചാൽ വേറെ കറി വെക്കാൻ വേണ്ടിയെല്ലാം റെഡിയാക്കിയത്. പക്ഷേ ടൈം ഒരുപാട് ലേറ്റായിപ്പോയി. ഇപ്പം തന്നെ നൈറ്റ് 9 മണിയായി ഗൈസ്. വിശന്നിട്ടാണ് ഈ കൊടലി വയ്യ. അപ്പോൾ അതൊന്ന് വന്ന് വരട്ടെ. നമുക്ക് തണിഞ്ഞ് വരണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ അതിൻ്റെ ഗ്യാസൊക്കെ പോയി. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അയ്യോ, ഓ മൈ ഗോഡ്, കടവുളേ, ഒരു തുള്ളി പോലും വെള്ളം വയ്ക്കാത്തതിൽ എത്രയാ വെള്ളം നോക്ക്. വെള്ളമുണ്ട് ഗൈസ്. അപ്പം നമുക്കത് വറ്റിച്ചെടുക്കണ്ടേ. വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ എണ്ണ ഉണ്ടാക്കാനാ. അയ്യോ, ഞാൻ പറഞ്ഞില്ല അധികം വഴറ്റിയെടുക്കുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് ചോറിന് വേറെ കറിയില്ല. എന്നാലും നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി മസാലയൊക്കെ ജസ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ പിടിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതേണ്ട ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കളറ് ഒക്കെ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒന്ന് നന്നായിട്ട് എന്താ പറയണ്ടേ, മുഴുവനായിട്ടല്ല, അത്യാവശ്യം അതിൻ്റെ മസാലയൊക്കെ നമ്മുടെ ഇതിനൊക്കെ കഷ്ണത്തിനും കൂടി പിടിച്ച് ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. നമുക്ക് ഇനി ഇത് മൂടി വെക്കേണ്ടതിന് ഉപ്പൊക്കെ പാകത്തിനുണ്ട്, എരിവും ഒക്കെ പാകത്തിനുണ്ട്. അപ്പം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാൻ അതിന് പറ്റിയ പാത്രമൊക്കെ നന്നായിട്ടാവട്ടെ കേട്ടോ. ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഉള്ളി എടുത്തതാ ഗൈസ്, നമ്മൾ ചിക്കനിൽ വറുത്തണ്ടേ. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റിച്ചെടുക്കണം. പക്ഷേ ഇതിൽ ശരിയാവില്ല. നമുക്കിതിൽ ഉള്ളി വറുത്തിട്ട് വയ്ക്കാം കേട്ടോ. ഇതിലുള്ളി വറുത്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ സെറ്റാവും. സെറ്റല്ലേ?
ചിക്കൻ എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആ എണ്ണ അല്ല ആ ഉള്ളി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഉള്ളി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കയ്യുണ്ടാവില്ല, കാലുണ്ടാവില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മണം ഒക്കെ അതുപോലെ നല്ല ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ, ദോശക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. കണ്ടാ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടതേ ഉള്ളൂ. വെള്ളമൊക്കെ എവിടെ പോയി ദൈവത്തിനത്. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി ഗൈസ്. കാണല്ലേ, ഓഫ് ചെയ്തു കേട്ടോ. കറി നല്ല സൂപ്പറായിട്ട്, നല്ല നമ്മളാ ചിക്കൻ മസാലയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. വറുത്തിടുന്നതിന് മുമ്പ് ഇച്ചിരി കുരുമുളക്, എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളകും കൂടി മുള്ളൊന്ന് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കും. പക്ഷെ ഞാൻ എരിവുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ദീചുവിന് അധികം എരി പറ്റില്ല, അപ്പോൾ അധികം കഴിക്കൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയൊന്നുമില്ല. ഇനി എനിക്ക് പപ്പടം കൂടി വാട്ടിയെടുക്കണം. പപ്പടം ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറ്റ് ഗായ്. ഇനി ഫുഡ് കഴിക്കട്ടെ, വിശക്കണം എനിക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാൻ പാടില്ല ഒരിക്കലും കേട്ടോ. നന്നായിട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് തരണം പ്ലീസ്. നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ ചളി ആയാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ. Hanging on wall